الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف سيدنا محمد وعلى آله وأصحابه الفائزين برضا الله أما بعد إن أريد إلا الإسلام وما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يعمل سوءا أو يظلم نفسه ثم يستغفر الله يجد الله توابا رحيما قال الله عز وجل التائب من الذنب كمن لا ذنب له قال رسول الله റമളാന്റെ ശ്രേഷ്ഠത നീ അറിഞ്ഞാൽ പിന്നെ എന്തും മതാകാൻ നീ കൊതിക്കും പൊന്നെ. നാം ഇവിടെ ചെയ്ത ഇബാദത്ത് ഉസ്താദ് ചെയ്തായിരിക്കുന്ന ദുആ നമ്മുടെ സർവ്വ കാര്യങ്ങളും അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. എല്ലാവരും ഒരു ഫാത്തിഹ ഓതണം. ബഹുമാനമുള്ള മഹദി ഖദീജ റളിയല്ലാഹു അൻഹായുടെ മരണ ദിവസമാണ് റമളാൻ 10. അതുകൊണ്ട് എല്ലാവരും ഒരു ഫാത്തിഹ ഓതി മഹദിക്ക് ഹദിയ ചെയ്യണം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. മഹദിക്ക് ഈ ഫാത്തിഹ അല്ലാഹു അവരുടെ അർവാഹിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ഖദീജ റളിയല്ലാഹു അൻഹയെ ഇസ്ലാം ലോകത്തിന് മറക്കാൻ സാധിക്കില്ല. മഹദിയെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ധാരാളം വൈകിപ്പോകും. ഒറ്റൊരു കാര്യം, 65ഓളം വയസ്സുള്ള മഹദി ആരംഭപ്പൂവായ നബി മുഹമ്മദ് റസൂലുള്ളാഹി ഹിറാ ഗുഹയിലിരിക്കുമ്പോൾ 2.5 കിലോമീറ്റർ 3 കിലോമീറ്റർ ഉണ്ട് ഷാമിയയിൽ നിന്ന് ആ പറഞ്ഞ സ്ഥലത്തിലേക്ക്. രാവിലെയും വൈകുന്നേരവും 2 പ്രാവശ്യം 65 വയസ്സുള്ളതായിരിക്കുന്ന ഉമ്മ ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുകൊടുത്തുണ്ടായിരുന്നു. നബിയെ ഖദീജ റളിയല്ലാഹു അൻഹ സ്നേഹിച്ചതുപോലെ മറ്റൊരു മനുഷ്യനും നബിയെ സ്നേഹിച്ചിട്ടുണ്ടാവില്ല. മറിച്ചും അത്രയും വലിയ മഹദിയാണ് ഖദീജ റളിയല്ലാഹു അൻഹ. ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞാൽ മതി. മാത്രമല്ല, ഉലമാക്കളോട് നിങ്ങൾ ചോദിച്ചു നോക്ക്, എല്ലാ വർഷവും ആടിനെ അറുത്തുകൊണ്ട് ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി ഖദീജ റളിയല്ലാഹു അൻഹയുടെ ചങ്ങാഴ്ചമാർക്ക് ഹദിയ കൊടുത്തയക്കും. എന്നിട്ട് പറയും, ഇതിന്റെ പ്രതിഫലം എന്റെ ഖദീജക്കാണ്. എല്ലാ വർഷവും ആടിനെ ബാധ്യയാണ്. അപ്പൊ അത്രയും വലിയ മഹദിയാണ് ഖദീജ റളിയല്ലാഹു അൻഹ. അവരുടെ ബഹുമാനം കൊണ്ട് നമ്മുടെ ഈമാൻ അല്ലാഹു പ്രകാശിപ്പിക്കുമാറാവട്ടെ. നമ്മെയും നമ്മുടെ ഉമ്മപെങ്ങന്മാരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും സലാമത്താക്കി ആ മഹദിയെ സ്വർഗ്ഗത്തിൽ കാണാൻ നമുക്ക് അല്ലാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. ഒരു റമളാൻ കൂടി നമുക്ക് കിട്ടി. ഒരു റമളാൻ കൂടി നമുക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ഉദ്ദേശം? നാം രക്ഷപ്പെടാൻ വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു ചാൻസും കൂടി അല്ലാഹു നമുക്ക് നൽകി എന്നാണത്. നമുക്കറിയാമല്ലോ, ഏതൊരു മനുഷ്യനും ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായി കാണാം, ഒരു മനുഷ്യനിക്ക് 3 ദിവസമാണുള്ളത്. അവന്റെ ജീവിതത്തിൽ ആർക്കും വരാൻ പോകുന്നത് 3 ദിവസം. ഒന്ന് കഴിഞ്ഞത്, നമുക്ക് കഴിഞ്ഞു പോയ ദിവസം.
ആ കഴിഞ്ഞു പോയ ദിവസം ഇനി ഒരിക്കലും തിരിച്ചു വരികയില്ല. ഒരിക്കലും അത് തിരിച്ചു വരില്ല. കഴിഞ്ഞതായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞതായിരിക്കുന്ന ഇന്നലകൾ, അതിൽ നിന്ന് ഒരിക്കലും നമുക്ക് തിരിച്ചു വരില്ല. പിന്നെ നാളത്തെ ദിവസം എന്താകുമെന്ന് പറയാൻ സാധ്യമല്ല. ഈ നിൽക്കുന്ന ഞാൻ, ഈ ഇരിക്കുന്ന നിങ്ങൾ, നാളെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ ഒരാൾക്കും സാധ്യമല്ല. നാളെ ഏത് മനുഷ്യനേക്കാണ് കിഡ്നിക്ക് എഫക്ട് വരുന്നത്, ആർക്കാണ് ഹാർട്ടിന് ബ്ലോക്ക് വരുന്നത്, ആർക്കാണ് സൈഡ് എഫക്ട് വരുന്നത്, ആർക്കാണ് എന്തെല്ലോ രോഗങ്ങൾ വരുന്നത്, ആരാണ് മരിച്ചു പോകുന്നത്, ഒരാൾക്കും പറയാൻ സാധ്യമല്ല. മാതാ തക്സിബുവദൻ ബിയദി അർദിൻ തമൂത്. നാളെ എന്ത് ചെയ്യും ഒരാൾക്കും പറയാൻ സാധ്യമല്ല. അങ്ങനെ ഇന്നലെ കഴിഞ്ഞ് നാളെയും കഴിഞ്ഞ്, നാളെ കഴിഞ്ഞ് നാളെ ചെയ്യാമെന്നാൽ ഒരാൾക്കും നാളെ എന്താണ് റബ്ബ് കണക്കാക്കിയിട്ടുള്ളത് പറയാൻ സാധ്യമല്ല. നാമുക്കും നാമുമായി ബന്ധപ്പെട്ടവർക്കും ജീവിതകാലം മുഴുവനും അള്ളാഹു ഖൈർ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നെ ഉള്ളത് ഒരു ദിവസമാണ് ഇന്ന് അവൻ എന്ത് ചെയ്തു, ഇന്നെന്താണ് അവൻ ചെയ്യുന്നത്, അതുകൊണ്ട് അവൻ രക്ഷപ്പെടും. ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുക. റമദാൻ മാസം ഇന്ന് 10 റഹ്മത്തിന്റെ ചാൻസ് കഴിഞ്ഞുപോയി. ഇനി മഗ്ഫിറത്തിന്റെ 10 മണിക്കൂറുകളായി ആ ഓഫർ നമുക്ക് തന്നിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞത് കണ്ടില്ലേ, ഒരുത്തൻ ചീത്ത കാര്യം ചെയ്തു പോയി, തെറ്റായിരിക്കുന്ന കാര്യം ചെയ്തു പോയി, അവന്റെ ശരീരത്തിനെ അവൻ ആക്രമിച്ചു. ദോഷം ചെയ്തവൻ അവന്റെ ശരീരത്തിനെയാണ് ആക്രമിക്കുന്നത്, അവന്റെ തടിയാണ് അവൻ ചീത്തയാക്കുന്നത്. അങ്ങനെ ചീത്ത കാര്യം ചെയ്യുകയും ദോഷം ചെയ്യുകയും സ്വയം ശരീരത്തെ ആക്രമിക്കുകയും ചെയ്തവൻ അള്ളാഹുവിനോട് അവൻ ഖേദിച്ചുകൊണ്ട് തൗബ ചെയ്തു മടങ്ങിയാൽ അള്ളാഹുവിനെ അവൻ ദുർഫയുള്ളവനും അള്ളാഹു സർവദോഷങ്ങളെ പൊറുക്കുന്നവനുമായ നിലയ്ക്ക് അള്ളാഹുവിനെ അവൻ എത്തിക്കുമെന്ന് ഖാലല്ലാഹു അസ്സ വജൽ. ഉറങ്ങുന്നുണ്ട. ഇവിടെ 3 കാര്യമാണ് റബ്ബ് പറഞ്ഞത്. 3 കാര്യം. ഒന്ന്, ആരെങ്കിലും തെറ്റ് ചെയ്താൽ തപ്പാക്കിയതായിരിക്കുന്ന മനുഷ്യനവൻ വ്യാകുലപ്പെടേണ്ടതില്ല, ബേജാറാവേണ്ടതില്ല. റബ്ബിനോടവൻ തൗബ ചെയ്താൽ അവനെ റബ്ബ് സ്വീകരിക്കുന്നതാണ്. അല്ലാഹു അവനെ സ്വീകരിക്കുന്നതാണ്. മറ്റൊന്ന്, മഗ്ഫിറത്തിന് വേണ്ടി റബ്ബ് വെച്ചത് എത്രയാണ്? സെക്കൻഡ് അല്ല, മണിക്കൂറല്ല, ദിവസമല്ല, 10 ദിവസമാണ് വെച്ചിട്ടുള്ളത്. സെക്കൻഡ് വെച്ചാൽ എല്ലാവർക്കും അത് ഉപയോഗപ്പെടുത്താൻ സാധ്യമല്ല. മണിക്കൂർ വെച്ചാൽ എല്ലാവർക്കും അത് ഉപയോഗപ്പെടുത്താൻ സാധ്യമല്ല. ദിവസം വെച്ചാൽ എല്ലാവർക്കും അത് ഉപയോഗപ്പെടുത്താൻ സാധ്യമല്ല. നീണ്ടതായിരിക്കുന്ന 240 മണിക്കൂറാണ് റബ്ബ് വെച്ചിട്ടുള്ളത്. ആർക്കും അത് ഉപയോഗപ്പെടുത്താം. നീണ്ടതായിരിക്കുന്ന 10 ദിവസം 240 വരുന്ന മണിക്കൂറെ ദോഷം പൊറുക്കാൻ വേണ്ടി റബ്ബ് തയ്യാറായിക്കൊണ്ട് നമുക്ക് നൽകിയിട്ടുണ്ട്. ഉപകാരപ്പെടുത്തണം. മറ്റൊന്ന്, ഇതാർക്കാണ്? അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങൾക്കല്ല, ഇഷ്ടദാസന്മാർക്കല്ല, ഔലിയാക്കന്മാർക്കല്ല, എന്നെ പോലെയും നിങ്ങളെപ്പോലെയുമുള്ള ദോഷം ചെയ്തായിരിക്കുന്ന വ്യക്തികൾക്കാണ് ഈ ഓഫർ ഉള്ളത്. എത്ര? 240 മണിക്കൂർ ആർക്കും ഉപയോഗപ്പെടുത്താം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മറ്റൊരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് പാപിയെയും അവൻ കൈവിടുകയില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല നബിയുടെ ഉമ്മത്തിനെ സ്വർഗ്ഗത്തിൽ കടത്തണം. അതിനു വേണ്ടിയാണ് റമദാൻ എന്ന് വന്നിട്ടുള്ളത്. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്ഥലത്ത് പറഞ്ഞതായി കാണാം, യാ ഇബാദിയല്ലദീന അസ്റഫു. ഞാൻ നിർഗിപ്പിക്കുന്നില്ല. യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്.
ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം ഖാലല്ലാഹു അസ്സ വജൽ. എന്റെ അടിമകളെ റബ്ബ് വിളിക്കുന്നു. എത്രയെല്ലാം ദോഷം ചെയ്ത് പിന്നെയും അല്ലാഹു വിളിക്കുന്നു എന്റെ അടിമകളെ, എന്റെ മക്കളെ. എന്റെ മക്കളെ എന്ന് വിളിച്ചതുപോലെ എന്റെ അടിമകളെ, യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം. സ്വയം ശരീരത്തിന്റെ മേൽ തെറ്റ വേറൊരു കാര്യം പറയാണ്ട്, വീഡിയോ ആക്കരുത്. വീഡിയോ ആക്കി പലയാതി ഗ്രൂപ്പുകളിൽ ഇട്ടുകൊണ്ട് അതുകൊണ്ട് കളിക്കരുത്. വീഡിയോ ആക്കാനേ പാടില്ല. ഏതൊരു മനുഷ്യന്റെയും ശബ്ദം അത് അവന് അവകാശപ്പെട്ടതാണ്. അവന് ഇഷ്ടമില്ലാത്ത ആരുടെയും ശബ്ദം പിടിക്കാനോ വീഡിയോ ആക്കാനോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനോ പാടില്ല. അത് പൊരുത്തമില്ലെങ്കിൽ ഹറാമാകും. ഞാൻ നിയമം പറയുകയല്ല, അതുകൊണ്ട് വീഡിയോ ആക്കിക്കൊണ്ട് മറ്റുള്ളവരിലേക്ക് ഇടരുത്. യാ ഇബാദിയല്ലദീന അസ്റഫൂ, ഓ എന്റെ അടിമകളെ. എന്റെ അടിമകളെ ആരെ 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 സ്വാധീനങ്ങളെ എന്നല്ല, പിന്നെ തെറ്റാക്കിയതായിരിക്കും എന്റെ അടിമകളെ. എന്നെ മറന്നുകൊണ്ട് ധാരാളം രാപ്പകലിൽ തെറ്റായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്ത അടിമകളെ, എന്റെ അടിമകളെ. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ ഒരിക്കലും ആശമുറിഞ്ഞു പോകരുത്. ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ, എല്ലാ തെറ്റുകളും റബ്ബ് സുബ്ഹാനഹു വ തആല പൊറുക്കുന്നവനാണ്. എപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങിയത്? ഞാൻ സംഭവം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. എപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങിയത്? ബഹുമാനമുള്ളതായിരിക്കുന്ന വഹ്ശി റഹ്മത്തുള്ളാഹി അലൈഹി നിങ്ങൾക്കറിയുമല്ലോ. ബഹുമാനപ്പെട്ട ഹംദത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂത്താപ്പ ഹംദത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു ബദരിയാണ്. മാത്രമല്ല ഉഹദിൽ സംബന്ധിച്ചായിരിക്കുന്ന സഹാബിയാണ്. വലിയ ടോപ്പ് ലെവലുള്ളതായിരിക്കുന്ന മഹാനാണ്. ഹംദത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിനെ ചാട്ടുളി പ്രയോഗത്തിലൂടെ വധിച്ചതായിരിക്കുന്ന വ്യക്തിയാണ് വഹ്ശി എന്ന് പറയുന്ന വ്യക്തി. കുറെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ മാനസാന്തരമുണ്ടായി. നന്നാവണമെന്ന് ഹൃദയത്തിൽ തോന്നി. പക്ഷേ ബഹുമാനപ്പെട്ട വഹ്ശി റഹ്മത്തുള്ളാഹി അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കത്തെഴുതുകയാണ്. എനിക്ക് ഇസ്ലാമിൽ വരണമെന്നുണ്ട്, തൗബ ചെയ്ത് മടങ്ങണമെന്നുണ്ട്. എന്നെ തങ്ങൾ സ്വീകരിക്കുമോ? ഞാൻ നിങ്ങളുടെ എളാപ്പയെ കൊന്ന വ്യക്തിയാണ്. ഇസ്ലാമിന് ഏറ്റവും വലിയതായിരിക്കുന്ന രാജപോക്രി സിംഹമായിരിക്കുന്ന കേസരിയായിരിക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ഉമർ റളിയല്ലാഹു പോലും ഇസ്ലാമിലേക്ക് വരുമ്പോൾ ആദ്യമായി സ്വീകരിക്കാൻ പോയ വ്യക്തി ഉമർ. നബി വല്ലതും ചെയ്തു പോകുമോ എന്ന നിലക്ക് ഉമറിനെ നേരിടാൻ വേണ്ടി അയച്ചതായിരിക്കുന്ന വ്യക്തിയാണ് ഹംദ റളിയല്ലാഹു അൻഹു. ഈ നിലക്ക് എല്ലാ സമയത്തും ഞാൻ ചരിത്രം പറയുന്നില്ല. ഇസ്ലാമിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു വന്നപ്പോൾ ഒരു മാർച്ചിങ് ഉണ്ടായി. രണ്ട് സൈഡിൽ, ഒരു സൈഡിൽ ബഹുമാനപ്പെട്ട ഹംദത്തുൽ ഖറാർ, മറ്റൊരു സൈഡിൽ ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇസ്ലാം സ്വീകരിച്ചപ്പോൾ ഒരു നയോണിക ഉണ്ടായി, ഒരു മാർച്ചിങ് ഉണ്ടായി. അതിൽ ഇങ്ങനെയെല്ലാം നിലയ്ക്കും ഇസ്ലാമിന് വേണ്ടതായിരിക്കുന്ന ഗൗരവവും സഹായവും ചെയ്തായിരിക്കുന്ന ഹംസയെ കൊലപ്പെടുത്തിയ വ്യക്തിയാണ് ഞാൻ. എന്നെ സ്വീകരിക്കുമോ? ഈ വിഷയം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ കത്തെഴുതിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അതിന്റെ മറുപടി പറയുന്നത്. യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ. സ്വയം ശരീരത്തിന്റെ മേൽ തെറ്റായിരിക്കുന്ന കാര്യം ചെയ്ത എന്റെ അടിമകളെ, അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ നിരാശരാവണ്ട. വഹ്ശിയാവട്ടെ മറ്റുള്ള വ്യക്തിയാവട്ടെ ഇസ്ലാമിനെ കടന്നു വന്നാൽ സ്വീകരിക്കുന്നതാണ് എന്ന നിലക്കുള്ളതായ മറുപടി അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അറിയിക്കുന്നത്. നാം സഹാബിയെ കൊന്നവരല്ല, മറ്റുള്ള വ്യക്തിയെ കൊന്നവരുമല്ല. തെറ്റുകൾ ചെയ്തവരാണ്. രാത്രിയും പകലൊക്കെ തെറ്റ് ചെയ്ത് പല തെറ്റും വെച്ചിട്ടുണ്ടാകും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല
നാം ചെയ്തായിരിക്കും തെറ്റുകളിലേക്ക് റബ്ബിലേക്ക് നല്ല നിലയിൽ ഖേദിച്ചു മടങ്ങിയാൽ അള്ളാഹു നമ്മുടെ എല്ലാ തെറ്റുകളും പൊറുക്കുന്നതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പക്ഷെ ഒരു കാര്യം കൂടെ വേണം. തൗബ ചെയ്യുമ്പോൾ വളരെ ഖേദത്തോടു കൂടിയാകണം. ഇനി ഒരിക്കലും തെറ്റ് ചെയ്യുകയില്ല. ഈ നിലക്കുള്ളതായ വിശ്വാസത്തോടും ദൃഢനിശ്ചയത്തോടും കൂടെയായിരിക്കും തൗബ ചെയ്യേണ്ടത്. പിന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല തൗബ സ്വീകരിക്കണമെങ്കിൽ മനുഷ്യരുടെ ഹക്കുമായി ബന്ധമുണ്ടെങ്കിൽ ഒരിക്കലും അള്ളാഹു തൗബ സ്വീകരിക്കുകയില്ല. അത് വളരെ ജാഗ്രതയാക്കണം. ഹക്കടപാട് വളരെ ജാഗ്രതയാക്കണം. നിങ്ങൾക്കറിയോ, ബഹുമാനപ്പെട്ട ജുസാമ റളിയല്ലാഹു അൻഹു സഹാബിയാണ്. ജുസാമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു പോയി. തന്റെ സഹോദരൻ മാലിക് ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, രണ്ടും സഹാബിയാണ്, അവരെ സ്വപ്നത്തിൽ കാണുന്നു. ദീർഘപ്പണ ചരിത്ര സമയം വൈകുന്നതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. യുസാമ റഹ്മത്തുള്ളാഹി അലൈഹി മരണപ്പെട്ടു പോയി. നല്ല ഒരു കുറവുമില്ലാത്ത നല്ല മനുഷ്യനാണ് യുസാമ. പക്ഷേ മരണപ്പെട്ടതായിരിക്കുന്ന സമയം കുറെ ദിവസം കഴിഞ്ഞ് തന്റെ സഹോദരൻ ഈ യുസാമയെ കാണുമ്പോ കഴുത്തിലാകമാനം 10ഓളം പാടുകളുണ്ട്. കഴുത്തിൽ 10ഓളം അടയാളങ്ങളുണ്ട്. മാലിക് ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ചോദിച്ചു സ്വപ്നത്തിൽ, യാ അഖീ മാദാ, എന്റെ സഹോദര, മരണപ്പെടുന്നതിന് മുമ്പ് നിങ്ങളുടെ ശരീരത്തിന് ഒരു കുറവും ഉണ്ടായിട്ടില്ലല്ലോ. ഇപ്പോൾ നിങ്ങളുടെ കഴുത്തിൽ ഞാനെന്താണ് ഈ പാടുകൾ കാണുന്നത്? ഞാനെന്താണ് ഈ കറുത്തതായിരിക്കുന്ന ഓട്ടകൾ കാണുന്നത്? ഒന്നല്ല 10ഓളം ഓട്ടകൾ ഞാൻ കാണുന്നു. എന്താണ് ഇതിന് കാരണമെന്ന് ചോദിച്ചപ്പോൾ സ്വപ്നത്തിൽ മാലിക് ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് യുസാമ റളിയല്ലാഹു അൻഹു തന്റെ സഹോദരൻ പറയുന്നു, അത് മറ്റൊന്നുമല്ല, മരണപ്പെടുന്നതിന് മുമ്പ് ഒരു യഹൂദിയുടെ കയ്യിൽ നിന്ന് 10 സ്വർണ്ണ നാണയം ഞാൻ കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കൊടുക്കാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് മുമ്പ് ഞാൻ മരണപ്പെട്ടു പോയി. സഹാബിക്കാൻ സംഭവിക്കുന്നത് ഈ ലോക്കൽ മനുഷ്യന്മാരായ എന്റെയും നിങ്ങളുടെയും ഹക്കടപാടുകൾ ഉണ്ടെങ്കിൽ എങ്ങനെ സംഭവിക്കും? സഹാബിന്റെ കാര്യം ഇത്. സാധനം കൊടുക്കണ്ട എന്ന് വിചാരിച്ചല്ല, കടം വാങ്ങിയ സാധനമാണ്, കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് മുമ്പ് മരണം സംഭവിച്ച് പറയാലോ, മരണം ആർക്കും വരാലോ, കൊടുക്കാൻ സാധിച്ചില്ല. അതിന് പകരമായി അദ്ദേഹത്തിന്റെ കഴുത്തിൽ 10ഓളം നരകം തീ തട്ടിയതായിരിക്കുന്ന അടയാളങ്ങൾ ഉണ്ടായിരുന്നു. ഇത് സഹാബിക്ക് സംഭവിച്ചതാണ്. അതുകൊണ്ട് മനുഷ്യനുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അള്ളാഹു ഒഴിവാക്കും. അതുകൊണ്ട് ഹക്കടപാട് വളരെ സൂക്ഷിച്ച് നല്ല നിലക്ക് നാം തൗബ ചെയ്ത്, നല്ല അവസരമാണിത്. 1-2 മണിക്കൂറല്ല, ആർക്കും ഉപയോഗപ്പെടുത്താം. 240ഓളം മണിക്കൂർ അല്ലാഹു സുബ്ഹാനഹു വ തആല, എന്റെ അടിമകളെ നിങ്ങൾ നിരാശരാവണ്ട, നിങ്ങളുടെ ദോഷം ഞാൻ പുറത്തു തരും എന്നൊക്കെ റബ്ബ് തയ്യാറായി നിൽക്കുന്നു. ഞാൻ ഉപയോഗപ്പെടുത്തണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. റഹ്മാനും റഹീമുമായ അല്ലാഹ്, ഞങ്ങൾ സാധുക്കളാണ് റഹ്മാൻ, ദോഷികളാണ് റഹ്മാനെ. അറിഞ്ഞും അറിയാതെയും ധാരാളം അടിമുടി വരെ തെറ്റുകൾ മുഴുകിയവരാണ് റഹ്മാനെ. അല്ലാഹ്, നിന്നെ എതിർത്തുകൊണ്ട് ഞങ്ങൾ തെറ്റ് ചെയ്തല്ല റഹ്മാനെ. നീ ഗഫൂറാണ്, നീ പൊറുക്കും എന്നുള്ളതായിരിക്കുന്ന ഒറ്റ വിശ്വാസം, ആ വിശ്വാസത്തിൽ ഞങ്ങൾ തെറ്റ് ചെയ്തു പോയതാണ് റഹ്മാനെ. അല്ലാഹ്, കൈകൊണ്ട് പിടിച്ച തെറ്റ് നീ പൊറുക്കണം റഹ്മാനെ. കാതുകൊണ്ട് കേട്ടത് നീ പൊറുക്കണം റഹ്മാനെ. കാലിന്റെ ദോഷം നീ പൊറുക്കണം റഹ്മാനെ. വായിന്റെയും നാവിന്റെയും ദോഷം നീ പൊറുക്കണം റഹ്മാനെ. അല്ലാഹ്, കണ്ണിന്റെയും കാതിന്റെയും ദോഷം നീ പൊറുക്കണം റഹ്മാനെ. വാലിന്റെ ദോഷം നീ പൊറുക്കണം റഹ്മാനെ.
ഇനി മറ്റ് വല്ല അവയവങ്ങളെ കൊണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലാഹ് നീ പൊറുക്കണം റഹ്മാനെ. നീയല്ലാതെ ദോഷം പൊറുക്കുന്നവരില്ല റഹ്മാനെ. ഞങ്ങളുടെ സർവ്വ ദോഷങ്ങളും നീ പൊറുക്കണം റഹ്മാനെ. അത് ഞങ്ങളുടെ തറാവീഹ് നീ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങളെ നോമ്പ് നീ സ്വീകരിക്കണം റഹ്മാനെ. അല്ലാഹ് പൊട്ടുള്ള നോമ്പാക്കല്ല റഹ്മാനെ, മുറിയുള്ള നോമ്പാക്കല്ല റഹ്മാനെ, റബ്ബേ നാറുന്ന നോമ്പാക്കല്ല റഹ്മാനെ. നല്ലതായിരിക്കുന്ന നോമ്പായ നിലക്ക് ഞങ്ങൾ നീ ആ നോമ്പൊക്കെ സ്വീകരിച്ച് ഈ റമദാൻ വിട്ടുപിരിയുമ്പോൾ ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ എവിടെയെല്ലാം ഉണ്ടോ, ഞങ്ങളെ കുടുംബാദികൾ, ജമാഅത്തുകാർ, അല്ലാഹ് ഓതുന്ന കാലത്ത് ഭക്ഷണം നൽകിയവർ, ഇവിടെയും ഭക്ഷണം നൽകിയവർ, ഞങ്ങൾ എവിടെയെല്ലാം ഉണ്ടായി അവിടെയൊക്കെ ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയവർ, ആ കുടുംബത്തെയും നീ ഞങ്ങളെയും നീ കാക്കണം റഹ്മാനെ. റമദാൻ വിട്ടുപിരിയുമ്പോൾ ഒരു തെറ്റുമില്ലാതെ നിലക്ക് ഉമ്മ വെച്ച മക്കളെ പോലെ നീ ആക്കണം റഹ്മാനെ. അല്ലാഹ് ഞങ്ങളെ ആവശ്യങ്ങൾ ഞങ്ങൾ നിന്റെ വീട്ടിൽ ഞങ്ങൾ ഇറക്കുകയാണ് റഹ്മാനെ. പ്രയാസത്തിൽ പെട്ടുപോയ പല മനുഷ്യരുണ്ട് റഹ്മാനെ. രോഗത്തിലുള്ള ആശുപത്രിയുള്ളവരുണ്ട് റഹ്മാനെ. എന്താണ് രോഗമെന്നറിയാതെ നട്ടം തിരിയുന്നവരുണ്ട് റഹ്മാനെ. അല്ലാഹ് ഞങ്ങളെ മുനമ്പറിന്റെ കുട്ടിയുടെ രോഗം, അതുപോലെ ഞങ്ങളെ റജബാക്കാന്റെ മോൻ, ഇങ്ങനെ പല നിലക്കും ഞങ്ങളെ ജമാഅത്തുകാർ പല നിലക്കും, എന്റെ സഹോദരി പല നിലക്കും ആശുപത്രിയിലുണ്ട്. റബ്ബേ നീ ശിഫ നൽകണം റഹ്മാനെ, നീ ശിഫ നൽകണം റഹ്മാനെ. അല്ലാഹ് ഞങ്ങളെ നാട്ടിൽ നിശ്ചയിച്ചു വെച്ച വിവാഹങ്ങൾ റബ്ബേ അതൊക്കെ നല്ല നിലക്ക് നടത്താനുള്ള സാമ്പത്തിക ചുറ്റുപാട് അല്ലാഹ് നിന്റെ ഖജാനാവ് നീ ചൊരിച്ചു കൊടുക്കണം റഹ്മാനെ. ഞങ്ങളെ കുടുംബത്തിൽ പെൺമക്കളെ വിവാഹം നിശ്ചയിച്ചു വെച്ചവരുണ്ട്, ജമാഅത്തിലുണ്ട് റബ്ബേ, ഈ ജമാഅത്തിലുണ്ട്, ഞങ്ങളെ കുടുംബത്തിലും ശിഷ്യന്മാരുടെ മക്കളുണ്ട്. അല്ലാഹ് എല്ലാവർക്കും വേണ്ടതുപോലെയുള്ള ബറക്കത്തും നിഅമത്തും മറ്റോട് സങ്കടം പറയാത്ത നിലക്ക് നിന്നോട് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ പ്രയാസങ്ങളും തീർത്തു കൊടുക്കുന്ന അവസ്ഥയിൽ നിഅമത്ത് നീ ചൊരിച്ചു കൊടുക്കണം റഹ്മാനെ. അല്ലാഹ് ഹക്കടപാട് വെച്ചുകൊണ്ട് മരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങളെ നീ ആക്കല്ല റഹ്മാനെ. എല്ലാ ഹക്കടപാടുകളും ഞങ്ങൾ വാങ്ങിച്ചത് ഞങ്ങൾക്ക് പൊരുത്തപ്പെടുത്തുകയോ അതല്ലെങ്കിൽ ഞങ്ങൾക്ക് കൈകൊണ്ട് തന്നെ കൊടുക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കുകയോ നീ ചെയ്യണം റഹ്മാനെ. മറ്റവിടെ ഹക്ക് വെച്ചുകൊണ്ട് മരിക്കുന്ന അവസ്ഥയിൽ നീ ആക്കല്ല റഹ്മാനെ. അല്ലാഹ് ഞങ്ങൾ നിന്നോട് ഇരക്കുന്നു, ഞങ്ങൾ കുടുംബസമേതം ഹജ്ജും ഉംറയും ചെയ്യാനുള്ള അവസരം നീ ഉണ്ടാക്കണം റഹ്മാനെ. ഞങ്ങളുടെ യജമാന നിന്നോടല്ലാതെ ഞങ്ങൾ ആരോടാണ് പറയുക റഹ്മാനെ. ധാരാളം കടങ്ങളുണ്ട്, രോഗികളുണ്ട് റബ്ബേ, എല്ലാത്തിനും പരിഹാരം നീ ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. ഇതുവരെ എല്ലാം തന്ന രാജാവ് നീയാണ് റഹ്മാനെ, തരേണ്ട രാജാവും നീയാണ് റഹ്മാനെ. ആവശ്യമുള്ളത് ആവശ്യമുള്ളപ്പോൾ ഒരു പ്രയാസവും കൂടാതെ നിന്റെ ഖജാനാവ് ചൊരിച്ചു എന്നുകൊണ്ട് നീ സഹായിക്കണം റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി വസല്ലം ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب. السلام عليكم.